സാധാരണ നമ്മൾ ഈ കന്നാസ് കൊണ്ട് നനയ്ക്കാനും അതുപോലെ വെള്ളം സ്റ്റോർ ചെയ്യാനും ഒക്കെയല്ലേ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ നമ്മൾ അങ്ങോട്ട് പറമ്പിലേക്ക് വലിച്ചെറിയും. ഇനി അങ്ങനെ ചെയ്യണ്ട. പാഴായിട്ടുള്ള കന്നാസ് ഉണ്ടെങ്കിൽ അതും പിന്നെ അടുക്കളയിലുള്ള നമ്മുടെ വേസ്റ്റും കൊണ്ട് ഒരു ഉഗ്രം പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ കന്നാസിലുള്ള കൃഷിയാണ്. അതും ക്യാബേജ് നടണതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ക്യാബേജ് ഒരു ചാക്കിൽ വെർട്ടിക്കലായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ നിന്ന് ഫ്ലോപ്പായിപ്പോയി ആ കൃഷി. എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും നന കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചാക്കിൽ ഞാൻ 8 തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വെച്ച് പിടിപ്പിക്കേണ്ട, ഒരു തൈ ഒരു പോട്ടിൽ, അങ്ങനെയാണ് ക്യാബേജിൻ്റെ കണക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പഴയ കന്നാസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ബേസായിട്ട് ചകിരിയാണ് ഇട്ട് കൊടുത്തത്. ചകിരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നിറക്കാൻ പോകുന്നത് കരിയില ഇട്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്നാൽ ഇനി ഒരു ക്യാബേജ് ഒരു പോട്ടിൽ നടാം, അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കുറേ ക്യാബേജ് തൈകളുണ്ട്. അപ്പം നമ്മളത് വിത്ത് മേടിപ്പിച്ച് മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ സാധാരണ ക്യാബേജിൽ നിന്ന് വിത്തില്ലാതെ തന്നെ തൈകൾ മുളപ്പിക്കുന്നുണ്ട്. ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാബേജ് തൈകൾ ഞാനൊന്ന് നട്ട് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് ഗംഭീരമാണ് കേട്ടോ. ഈ കന്നാസിൽ ഞാൻ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ക്യാബേജ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വിളവെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിയിൽ ചകിരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിരട്ട അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ കല്ലോ പിന്നെ തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കരിയിലയുടെ മേലെ ഇതുപോലെയുള്ള മണ്ണ്, നമ്മളിത് ടെറസ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ മണ്ണാണ് കേട്ടോ. പൊടി പോലത്തെ മണ്ണ്. ഇത് സാധാരണ മണ്ണല്ല, നമ്മുടെ ഈ മെറ്റലിൻ്റെ ആ ഒരു അടിക്കുമ്പോൾ കിട്ടൂലേ, അതാണ് കേട്ടോ. അപ്പോൾ അതും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചവറിൻ്റെ മേലെ അതിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് പേപ്പർ ഉണ്ട്, അതുപോലെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ നോമ്പായത് കാരണം കുറേ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റ് കുറവാണ്, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ് കേട്ടോ കൂടുതലിപ്പം. ഇപ്പോൾ പഴത്തൊലി ഉണ്ട്, പിന്നെ ചക്രമത്തൻ്റെ പീസ് ഉണ്ട്, അതുപോലെ ചക്രമത്തൻ്റെ വേസ്റ്റുകളുണ്ട്, പിന്നെ ഒരുപാട് ജ്യൂസ് അടിച്ചതിൻ്റെ ആ ഒരു സംഭവം, പിന്നെ മാങ്ങാത്തൊലി, ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം അതിന് ചീരയുടെ വേസ്റ്റ്, ചീരയും വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ട്. പിന്നെ നനഞ്ഞ പേപ്പറുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ വേസ്റ്റായിട്ട് വരുന്നു, ഇപ്പോൾ ചായപ്പിണ്ടി ആയാലും കുഴപ്പമില്ല, ഉള്ളിത്തോലായാലും കുഴപ്പമില്ല, എന്ത് വേസ്റ്റാണെങ്കിലും ഫുഡ് വേസ്റ്റ് ഇടരുത്, പച്ചക്കറിയുടെ വേസ്റ്റ് പോലെ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ പിന്നെ നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്ക് നല്ല വളമൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇതൊക്കെ അലുത്ത് അതിൽ നമ്മുടെ കമ്പോസ്റ്റൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ട് നമ്മുടെ ചെടികൾക്ക് നല്ല നല്ല വളർച്ചയും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചക്രമത്തൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതാ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് കുറച്ചിങ്ങനെ ഈ കടലാസ് ഇല്ലേ, നമ്മുടെ ഈ മുട്ടൻ്റെ ട്രേ ഉണ്ടാവും, അതുപോലെ കടലാസും പെട്ടികൾ ഉണ്ടാവില്ലേ, ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കടലാസും പെട്ടികൾ, അതുപോലെ നനഞ്ഞ കടലാസുകൾ, പിന്നെ നമുക്ക് എന്ത് കടലാസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്ത് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുക്കളയിലെ കടലാസ് നനഞ്ഞതാണ്. നമ്മൾ അടുക്കളയിൽ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോൾ ഒക്കെ ഉണ്ടാവണം ആ നനഞ്ഞ കടലാസ് നമ്മൾ എന്ത് ചെയ്യും, വലിച്ചെറിയും. ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട, അത് ഇതേപോലെ നമുക്ക് കമ്പോസ്റ്റ് ആക്കട്ടാം. ഇതിപ്പോൾ കമ്പോസ്റ്റ് ആക്കാനല്ല പോകുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ചെടി നടാനാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കരിയില കമ്പോസ്റ്റും ചെയ്തത്. അതവിടെ ഉണ്ട് കേട്ടോ, സെറ്റാവും എന്ന് വിചാരിക്കണം. എന്നാൽ സെറ്റാവും. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടി നട്ടാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്, പെട്ടെന്ന് അത് അലുത്തോളും. കടലാസൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പിടി മണ്ണല്ല നമ്മൾ ടെറസ് അടിച്ച് വാരിയിട്ടുള്ള ആ ഒരു പൊടിമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഇടാൻ പോകുന്നത് കരിയില തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് അടിച്ചു കൊണ്ടിരുന്നത് ഈ കരിയില. ഒരു 3 ചാക്കോളം കരിയില ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അടിച്ചു വാരി കൊടുക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് അടിച്ച് വാരി നമ്മുടെ താഴത്തുനിന്ന് ടെറസിൻ്റെ പൊക്കത്തേക്ക് കൊടുന്ന് വെക്കണം. കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ പച്ചക്കറിത്തോട്ടം സെറ്റാക്കാൻ. കുറച്ച് പണിയില്ല, ഒരുപാട് പണിയുണ്ട്. അപ്പോൾ 2 നേരമാണ് ഞാൻ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഒരു 1.5 മണിക്കൂർ നേരം ഞാൻ ഇതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും നിങ്ങൾ കാണുന്നുണ്ടാവും. എൻ്റെ പച്ചക്കറിയുടെ ആ ഒരു എണ്ണം കൂടി വരുന്നത്. അപ്പോൾ ഇതേപോലെ ചവറും നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽക്ക് കാബേജ് തൈകൾ നട്ടുകൊടുക്കാം. അപ്പോൾ ഇത് പഴയ ക്യാനായിരുന്നു. ഇതിൽ മുന്നേ തന്നെ ചീര നട്ടിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എൻ്റെ കയ്യിൽ ഒരുപാട് വേറെ ക്യാനുകളുണ്ട്. ഇതുപോലെ ഇനി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്യാബേജിൻ്റെ ഓരോ തൈകളും ഇതിലേക്ക് അങ്ങനത്തെ ക്യാനിലേക്ക് പറിച്ച് നടണം. എന്നിട്ട് നല്ല ഭംഗിയിൽ സെറ്റാക്കി വെക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള അടിച്ചു വാരിയ മണ്ണും കൂടിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാബേജ് നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു ക്യാനിൽ ഒരു ക്യാബേജാണ് നടുന്നത്. ക്യാബേജ് സത്യം പറഞ്ഞാൽ ഒരു പോട്ടിൽ ഒരെണ്ണം തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്ര. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാബേജൊക്കെ നടണത്. അപ്പോൾ ആദ്യം ഞാൻ വെർട്ടിക്കലായിട്ട് ആ ചാക്കിൽ നട്ടത് ആകെ കുളമായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് അതിൽ ഒരെണ്ണം അങ്ങനെ ആ ചാക്കിൽ 2-3 ഒക്കെ നടായിരുന്നു. പക്ഷേ അത് വലിയ ചാക്കായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഞാനൊരു ക്യാനിൽ ഓരോന്ന് വെച്ചിട്ട് ഓരോ തൈകൾ, അപ്പോൾ ഇത്തിരി നല്ലതായിട്ട് വലുതായിട്ട് നിൽക്കണ നല്ല തൈ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കുറേ തൈകൾ ഞാൻ വിത്തിട്ടപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട്, അപ്പോൾ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ കുറേ മണ്ടത്തരങ്ങൾ ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇതേപോലെ ക്യാബേജ് കൃഷി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, തുടക്കക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരമൊന്നും കാണിക്കണ്ട. ക്യാബേജ് വിത്ത് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 3-4 മണി എടുത്തിട്ട് നട്ട് നോക്കുക. എന്നിട്ട് അത് മുളച്ച് വന്നാൽ അടുത്ത വിത്തിട്ടാൽ മതിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനെല്ലാം കൂടിയിട്ട് ഒരെണ്ണത്തിൽ കൊട്ടി. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മുളച്ച് വന്നു. ഇനിയിപ്പോൾ എല്ലാം അതേപോലെ നട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഇതേപോലത്തെ മണ്ടത്തരമൊന്നും ആരും കാണിക്കരുത്. അപ്പോൾ നമ്മൾ പിന്നെ 2 തൈകൾ നല്ല തൈകൾ നോക്കിയിട്ട് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ്. പിന്നെ ഇത് ഒച്ച വന്നിട്ട് കറണ്ട് തിന്നണുണ്ട് ഇതിൽ. അതാണ് ഈ ഇലക്ക് ഇങ്ങനെ പൊത്ത് കാണാനുള്ളത്. അപ്പോൾ അത് ആ ഒച്ചിനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 തൈകളാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത്. ബാക്കി ഇനി ഒരു 5-6 ക്യാനും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടണ്ടേ അതിൻ്റെ ഫോട്ടോ ഒക്കെ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നല്ല കമ്പോസ്റ്റ് സെറ്റാക്കി ഇട്ട് കൊടുക്കണം. ഇത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മണ്ണ് ഉപയോഗിക്കണില്ല. ഇത് കരിയില കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ സെറ്റാക്കിയെടുത്ത നല്ല കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇത് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഈ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ആ ക്യാബേജ് ഇറക്കി വെച്ചു. ക്യാബേജിൻ്റെ തൈ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുഴിയിലേക്ക് കുറച്ച് മണ്ണ് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ ആ ഇല ഒന്ന് കവർ ചെയ്യണ തരത്തിൽ അതും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ ക്യാബേജിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. പക്ഷേ നമ്മൾ ഇത് പിടിച്ച് കിട്ടുന്നത് വരെ തണലത്ത് വെക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. അപ്പം എനിക്ക് ആദ്യം നട്ടപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല മൊട്ട വെയിലത്ത് അങ്ങനെ വെച്ചു. എന്നിട്ട് എനിക്ക് നനക്കാനും പറ്റിയില്ല, അത് കറക്റ്റായിട്ട് നനക്കാനും പറ്റിയില്ല. എന്നിട്ട് അത് ആകെ കരിഞ്ഞുപോയി. എൻ്റെ ഒരു 8 തൈകൾ നശിച്ചു പോയിട്ടാണ്. അതിൻ്റെ വിഷമം ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. 8 തൈകൾ നശിച്ചു പോയാൽ അത്രമാത്രം വിഷമം ഉണ്ടാവും. എൻ്റെ ആ മെത്തേഡ് നല്ല സൂപ്പറായിരുന്നു. അതിൽ നിന്ന് 3-4 തൈകൾ എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ അതെനിക്ക് മാറ്റാൻ പറ്റിയില്ല. ഞാനിവിടെ ഉണ്ടായില്ലല്ലോ, ആരോടും അതിനെപ്പറ്റി പറയാനും പറ്റിയില്ല. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിൽ ഒരു ക്യാബേജ് തൈ എന്ന് പറഞ്ഞ പോലെ ഇനി വെക്കുക. പിന്നെ ഇത് പിടിച്ച് കിട്ടണത് വരെ തണലത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് വെയിലത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നന വേണം, വെള്ളം കെട്ടിക്കെടുക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കന്നാസ് ജസ്റ്റൊക്കെ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അത് അവിടെ ഇളക്കാതെ വെച്ചാൽ അത് അവിടെ തന്നെ ഇരുന്നോളും, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ നമ്മളിത് സെറ്റാക്കി നമുക്കിത് എടുത്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. അതിൻ്റെ ആ ക്യാനിൻ്റെ അവിടെ പിടിക്കാനൊക്കെ ഉണ്ടല്ലോ.
അപ്പം ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ നനയാണ്. പിന്നെ ഇടയ്ക്ക് ഇതിന് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളതുപോലെ സ്ലറി അതുപോലെ നമ്മളിപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം എന്ന പോലെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ വെറുതെ നനച്ചേക്കണം. പിന്നെ ഞാൻ വെയിലത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ദേപ്തണ്ട ഇവിടെ ഈ തറയുടെ പൊക്കത്താണ് കേട്ടോ ഈ കന്നാസ് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 6-7 കന്നാസുകളുണ്ടാവും നമുക്കിത് നട്ട് കഴിഞ്ഞാൽ. നമ്മുടെ എല്ലാ കാബേജ് നട്ട് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ തൈകൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ ആക്കിയിട്ട് നടാം. ഗ്രോ ബാഗല്ല, നമ്മുടെ സിമെൻറ്റും ചാക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ നടാം. അപ്പോൾ എൻ്റെ പുതിന നട്ടതൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കലുണ്ട്. ഇതിതാ വെട്ടിയിട്ട് ഞാൻ പിന്നെയും വെട്ടിയെടുത്തിട്ട് പിന്നെ വീണ്ടും പൊടിച്ചു വന്നതാണ്. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ പിടിപ്പിച്ചു, അതിൽ നിന്ന് ഈ ചട്ടിയിൽ പിടിപ്പിച്ച് പിന്നെ അത് അപ്പുറത്തെ ചട്ടിയിലും താഴെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ചട്ടി. നമ്മൾ ചായക്ക് വേണ്ടിയിട്ടൊക്കെ അതിൽ നിന്ന് ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കമ്പെടുത്ത് പിടിപ്പിച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ജമന്തിയുടെ റിസൾട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇട്ടത്. അതിൻ്റെ മുകളിൽ നിന്ന് ആ കമ്പിൽ നിന്ന് പറിച്ചെടുത്ത തൈകൾ പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തണലത്ത് വെച്ചിട്ടുണ്ട് കാബേജ്. അപ്പോൾ ഇന്നത്തെ കൃഷി ഇതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കോവലാണ്. പിന്നെ കുറച്ച് തൈകളൊക്കെ വേറെ എക്സ്ട്രാ നട്ടിട്ടുണ്ട്, തക്കാളിയും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് 2 കാബേജിൻ്റെ തൈകളും തണലത്തേക്ക് വെക്കാം കേട്ടോ. ഒരാഴ്ച അത് തണലത്തിരുന്നിട്ട് അപ്പത്തിന് അത് പിടിച്ചോളും. എന്നിട്ട് പിന്നെ അത് മേളിലേക്ക് നല്ല വെയിലത്തേക്ക് ഞാൻ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓരോന്നിൽ പറയാം. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ഓരോ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ചാണകമാണ്.